നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായതെന്നും ആ വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ. കയ്യൂരിലെ ചൂട്ടേൻപാറയിലെ തടാകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ധാരണയായി. ടൂറിസം വകുപ്പിന്റെ ആർക്കിടെക്ട് പ്രദേശം സന്ദർശിച്ച് വികസന പദ്ധതികൾക്ക് രൂപം നൽകും. തടാകത്തെക്കുറിച്ച് പുറംലോകത്തെ അറിയിച്ചത് നെറ്റ്വർക്ക് വാർത്ത. പുലിപ്പേടിയിൽ മലയോര ജനത, പെരുവാമ്പയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പയ്യന്നൂരിൽ നടന്ന 4ാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ 90ാം വാർഷികാഘോഷ പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനം കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴയിൽ സബ് ട്രഷറി കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി. കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. 1978 പയ്യന്നൂരിൽ നടന്ന 4ാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ 90ാം വാർഷികാഘോഷ പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനം ഗാന്ധി പാർക്കിൽ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അവരുടെ മനസ്സുകളിൽ വിപ്ലവത്തിന്റെ ജ്വാല ആണിക്കത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആ മഹാനായ നേതാവ് നമ്മുടെ പയ്യന്നൂരിൽ വന്നതിന്റെ 90ാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ സമാപനമാണ് എന്നോട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പയ്യന്നൂരിൽ ഇത്തരമൊരു സംഭവം അത് അർഹിക്കുന്ന എല്ലാ പ്രവൃത്തിയോടും കൂടി ഗംഭീരമായി നടത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത്തരമൊരു ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ദേശാഭിമാന ബോധമുള്ള എന്ന സ്നേഹിതൻ ശ്രീമൻ കെ.പി. കുഞ്ഞിക്കണ്ണനെ ഞാൻ ഹൃദയപൂർവ്വം ഈ സന്ദർഭത്തിൽ എന്റെ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആധാരശിലയിട്ടത് മഹാനായ ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനം വഴിയാണെന്നും അധികാരത്തിന്റെ താൽക്കാലിക നേട്ടം ഇന്നലകളിലെ പുരോഗതികളെ തകർക്കുവാൻ സാധിക്കുകയില്ലെന്നും പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ 90ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. 1928 പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിക്കാൻ സാധിച്ചത് പണ്ഡിറ്റ് ജവഹർലാലിന്റെ ശക്തമായ തീരുമാനം കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ലോകജനത നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യൻ ചേരിചേരാ നയങ്ങൾക്ക് സാധിക്കുമെന്നും ഇന്ത്യൻ ജനത പാവങ്ങൾക്കൊപ്പം എക്കാലവും ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. യഥാർത്ഥ കർഷകർക്ക് ഭൂമിയിൽ അവകാശം നൽകുന്ന പ്രമേയം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അംഗീകരിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സമീപനം കൊണ്ടാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ.പി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. കെ.സി. ജോസഫ് എം.എൽ.എ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, കെപിസിസി ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ, INTUC ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ, കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, പ്രൊഫസർ A.D. മുസ്തഫ, കെപിസിസി സെക്രട്ടറി വി. രതികുമാർ, KL പൗലോസ്, MP ഉണ്ണികൃഷ്ണൻ, VN എരിപുരം, DK ഗോപിനാഥ്, K. ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധി പ്രതിമയ്ക്കു സമീപം സേവാദൾ വോളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കയ്യൂരിലെ ചൂട്ടേൻപാറയിലെ തടാകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ധാരണയായി. ടൂറിസം വകുപ്പിന്റെ ആർക്കിടെക്ട് പ്രദേശം സന്ദർശിച്ച് വികസന പദ്ധതികൾക്ക് രൂപം നൽകും. ചൂട്ടേൻപാറയിലെ ഈ അത്ഭുത തടാകത്തെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്ത ചെയ്തതിനു ശേഷമാണ് പുറം ലോകം അറിഞ്ഞത്. കയ്യൂരിലെ ചൂട്ടേൻപാറയിലെ തടാകം ഇനി ടൂറിസം മേഖലയിലുമെത്തും. കടുത്ത വേനൽക്കാലത്ത് പോലും ഒരിക്കലും വറ്റാത്ത ജലമാണ് ഈ തടാകത്തിലേത്. നിരവധി ജീവജാലങ്ങളുടെ ആവാസസ്ഥലം കൂടിയാണ് ഈ തടാകവും ഇതിനു ചുറ്റുമുള്ള പാറപ്രദേശവും. നാളിതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ പ്രദേശത്തിന്റെയും തടാകത്തിന്റെയും വശ്യത പുറം ലോകമറിയുന്നത് നെറ്റ്വർക്ക് ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയിൽ കൂടിയായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PI സുബൈർ കുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നത സംഘം കയ്യൂരിലെത്തിയത്.
ചൂട്ടേൻപാറയും അവിടുത്തെ മനോഹാരിതയും നേരിൽ കണ്ട സംഘം ഈ പ്രദേശം ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ പകരുന്നതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഈ സ്ഥലം വിട്ടുകിട്ടുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ അംഗീകൃത ആർക്കിടെക്ട് ഇവിടം സന്ദർശിച്ച് അന്തിമ പദ്ധതിക്ക് രൂപം നൽകും. പിന്നീട് സർക്കാരും അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുപുഴയിൽ സബ് ട്രഷറി കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി. ജനകീയ കമ്മിറ്റി വാങ്ങി സർക്കാരിൽ ഏൽപ്പിച്ച സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കേരള ട്രഷറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട് പ്രകാരമാണ് കെട്ടിടം നിർമ്മിക്കുക. ഇതിനായി ഇൻകൽ പ്രോജക്ട് അഡ്വൈസർ സോമശേഖര കൈമൾ, ചെറുപുഴ സബ് ട്രഷറി ഓഫീസർ ടി പി സോമനാഥൻ, സീനിയർ അക്കൗണ്ടന്റ് ടി എം ഷിജു, പഞ്ചായത്ത് അംഗം കെ കെ ജോയ് എന്നിവരാണ് സംഘത്തിലുണ്ടായത്. കേരളത്തിൽ സർക്കാർ മൂന്നാം ഘട്ടമായി പണം അനുവദിച്ച 14 ട്രഷറി കെട്ടിടങ്ങളിലൊന്നാണ് ചെറുപുഴയിലേത്. 1ഉം 2ഉം ഘട്ടത്തിൽ 10 വീതം ട്രഷറികൾക്ക് പണം അനുവദിച്ചിരുന്നു. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് പ്രൊജക്ട് അഡ്വൈസ് ഓഫീസർ സോമശേഖര കൈമൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പുലിപ്പേടിയിൽ മലയോര ജനത. പെരുവാമ്പയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. ഞായറാഴ്ച രാവിലെയോടെയായിരുന്നു പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. പുലിഭീതിയിലാണ് മലയോര ജനത. കുറേ ദിവസങ്ങളായി നാടിന്റെ പല ഭാഗത്തു നിന്നും പുലിയെ കണ്ട വിവരം ലഭിച്ചതോടെയാണ് ജനങ്ങൾ ഭീതിയിലായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഫോറസ്റ്റുകാരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയൊന്നും കണ്ടെത്തിയിരുന്നില്ല. വെള്ളോറ, കടവനാട്, ഏര്യം, പെരുമ്പടവ് ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. ഞായറാഴ്ച രാവിലെയോടെയാണ് പെരുവാമ്പയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പറഞ്ഞത്. പെരുവാമ്പ ഹെൽത്ത് സെന്ററിന് സമീപത്ത് 2 പുലികളെ കണ്ടതായാണ് നാട്ടുകാർ പറഞ്ഞത്. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പിന്നെ ഓടിയിട്ട് വന്നിട്ട് നമ്മുടെ ഈ വളപ്പിലേക്ക് വന്നിട്ട് എടുത്ത് ചാടി ഇങ്ങോട്ട് മേലെ ഞാൻ വന്നിന് 2 ഉണ്ടായിരുന്നല്ലോ. ഒന്നങ്ങോട്ട് പോയി ആർക്കെ പെണ്ണുങ്ങൾ പറഞ്ഞു. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ പുഴക്കരയിൽ കണ്ടെത്തുകയും ചെയ്തു. 2 പുലികൾ വന്നതിൽ ഒരു പുലി പുഴയുടെ ഭാഗത്തേക്കും മറ്റൊരു പുലി കാട്ടിലേക്കും ഓടിമറഞ്ഞതായാണ് നാട്ടുകാർ പറയുന്നത്. സംഭവം അറിഞ്ഞ് നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പരിയാരം ടി ബി സാനിറ്റോറിയത്തിന്റെ പഴയ അലക്കുശാലയിൽ വിലമതിക്കുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 1948 പ്രവർത്തനം തുടങ്ങിയ ക്ഷയരോഗ സാനിറ്റോറിയത്തിലെ പഴയ അലക്കുയന്ത്രത്തിന്റെ ഉപകരണങ്ങളാണ് ആരും തിരിഞ്ഞു നോക്കാതെ ദ്രവിച്ചു തീരുന്നത്. ടി ബി സാനിറ്റോറിയം അടച്ചുപൂട്ടി മെഡിക്കൽ കോളേജ് ആരംഭിച്ചതോടെയാണ് പൂർണ്ണമായും യന്ത്രവൽകൃതമായി പണിതീർത്ത അലക്കുശാലയും അടച്ചത്. ഇപ്പോൾ ഔഷധിയുടെ ഔഷധത്തോട്ടത്തിന്റെ ഭാഗമായ ഭൂമിയിലാണ് അലക്കുശാല കെട്ടിടം. ക്ഷയരോഗികൾ ഉപയോഗിച്ച തുണികൾ കൈതൊടാതെ ആവിയിൽ പുഴുങ്ങി അലക്കി ഉണക്കിയെടുക്കുവാനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ആശുപത്രിയുടെ പിറകിലായി കടന്നപ്പള്ളി റോഡരികിൽ ഒരുക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ധോബികളാണ് ഇവിടെ അലക്കുജോലികൾ ചെയ്തു വന്നിരുന്നത്. ഇവർക്ക് പ്രത്യേകം ക്വാർട്ടേഴ്സും നിർമ്മിച്ചു നൽകിയിരുന്നു. ഈ ക്വാർട്ടേഴ്സുകൾ ഇന്ന് ഔഷധിയുടെ നഴ്സറി ഓഫീസായി പ്രവർത്തിക്കുകയാണ്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്ന അലക്കുശാല ടി ബി സാനിറ്റോറിയം നിർത്തിയതോടെ അടച്ചുപൂട്ടുകയായിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങൾ പലതും നഷ്ടപ്പെടുകയും ചെയ്തു. കെട്ടിടം തന്നെ നാശോന്മുഖമാവുകയും ചെയ്ത നിലയിലാണിപ്പോൾ. കോൺക്രീറ്റ് തറയിൽ ഉറപ്പിച്ച 3 കൂറ്റൻ യന്ത്രങ്ങൾ ഇപ്പോഴും കെട്ടിടത്തിനകത്തുണ്ട്. ഇവ പൊളിച്ചുകൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. സാമൂഹ്യവിരുദ്ധർ കൈയടക്കിയ കൂറ്റൻ കെട്ടിടം തകർച്ചയുടെ വക്കിലാണ്. ഇതിനോട് ചേർന്ന് പുകക്കുഴൽ നിലംപതിച്ചിരിക്കുകയാണിപ്പോൾ. സ്ഥലത്തിന്റെ ഉടമസ്ഥരായ ഔഷധി മുൻകൈയെടുത്ത് പഴയ യന്ത്രഭാഗങ്ങൾ ലേലം ചെയ്ത് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന പരിപാടിയായ എന്റെ ബൂത്ത് എന്റെ അഭിമാനം ശില്പശാല പൈനൂർ ഗാന്ധി പാർക്കിൽ നടന്നു. സതീശൻ പാച്ചേനി അധ്യക്ഷനായി. വർണ്ണ ഫാസിസത്തിന്റെ മേലാളനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവും വലവും കൈകളിലായി തന്നെയാണ് ആ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീമാൻ അമിത്ഷാ നിലകൊള്ളുന്നത്. വർണ്ണ ഫാസിസത്തെ നമുക്ക് പരാജയപ്പെടുത്തേണ്ടതുണ്ടോ? അതൊരു വ്യക്തിയുടെ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ കൺവിക്ഷനാണ്, അതിന്റെ പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന പാർട്ടികൾക്ക് അവിടെ വ്യക്തിഗതമായ ആക്ഷേപഹാസ്യങ്ങളോ ആക്ഷേപങ്ങളോ
ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് സംഘടനാ തലത്തിൽ വിവിധ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്ക് രൂപം നൽകാനായി ശില്പശാല സംഘടിപ്പിച്ചത്. ബൂത്ത് തല ഭാരവാഹികളും നേതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു. പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും നേരത്തെ സജ്ജമാക്കുന്നതിനും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് നിയോഗിക്കപ്പെടുന്ന BLA-മാരെ സമയബന്ധിതമായി പരിശീലിപ്പിച്ച് സുസജ്ജമാക്കാനുമാണ് തീരുമാനം. പോളിംഗ് ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ള പ്രശ്നങ്ങളടക്കം പരിഹാരം കാണുന്നതിനും വിപുലമായ മുന്നൊരുക്കങ്ങൾ തയ്യാറാവുന്നതിനും തീരുമാനമെടുത്തു. നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ വൈസ് പ്രസിഡന്റുമാർ, BLA-മാർ എന്നിവർക്കായി ശില്പശാല ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ചു. 2 മാസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തന പരിപാടികൾക്ക് ശില്പശാല മുന്നൊരുക്കം നടത്തി. സതീശൻ പാച്ചേനി അധ്യക്ഷനായി. PM സുരേഷ് ബാബു, KL പൗലോസ്, KP കുഞ്ഞിക്കണ്ണൻ, രതികുമാർ, പെരിയ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യം കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിനായി ഒരുക്കിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി EP ജയരാജൻ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ട മഹോത്സവത്തിന് കണ്ടങ്ങാളി, പടോളിത്തറവാട് പരിസരം, കരുവാച്ചേരി, മമ്പലം, കൂവൽ, കൊക്കാനശ്ശേരി ഭാഗങ്ങളിലുള്ളവർ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങളാണ് സദ്യയ്ക്കായി ഉപയോഗിക്കുക. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. വിവിധയിടങ്ങളിലായി ഏക്കർ കണക്കിന് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. കൂവൽ ഭാഗത്ത് നടന്ന വിളവെടുപ്പുത്സവം മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വ്യവസായ മന്ത്രി EP ജയരാജൻ നിർവഹിക്കുകയാണ്. കുമ്പളമാണ് വയലിൽ കൃഷി ചെയ്തത്. സംഘാടക സമിതി ചെയർമാൻ HL ഹരിഹരയ്യർ വിഭവങ്ങൾ ഏറ്റുവാങ്ങി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായിരുന്നു. ഈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ഒട്ടനവധി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളും പെരുങ്കളിയാട്ടങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ അവസരത്തിൽ കൂടെ നിങ്ങളുടെ ഈ ക്ഷേത്ര കമ്മിറ്റി വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഓരോ മനുഷ്യരുടെയും വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനുമുണ്ട്. അത് സംരക്ഷിക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, സുപ്രീം കോടതി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് മുച്ചിലോട്ട് പോയി മുച്ചിലോട്ട് ഭഗവതി തെയ്യം കാണാൻ, ആരാധിക്കാൻ, അനുഗ്രഹം തേടാൻ, പ്രാർത്ഥിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളതാണ്. ആ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശം നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. സംഘാടക സമിതി രക്ഷാധികാരി TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PS സന്തോഷ്, P തമ്പാൻ, TV രവീന്ദ്രൻ, NV സുമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട ഭാഗമായി ഔഷധ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. C കൃഷ്ണൻ MLA-യുടെ കനിമധുരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. പെരുങ്കളിയാട്ട ഭാഗമായി മുറിച്ചെടുക്കുന്ന വൃക്ഷത്തൈകൾക്ക് പകരമായാണ് 2000-ഓളം ഫലവൃക്ഷത്തൈകൾ ക്ഷേത്ര പരിസരത്തുൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി നട്ടുപിടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി C കൃഷ്ണൻ MLA നടപ്പിലാക്കുന്ന കനിമധുരത്തിൽ ഉൾപ്പെടുത്തിയാണ് തൈകൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം C കൃഷ്ണൻ MLA നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഒരു ആഹ്വാനമുണ്ടായിരുന്നു. ആ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു വർഷം പുതിയിട കൃഷി വ്യാപന വർഷമായി ആചരിക്കണം എന്നതായിരുന്നു ആഹ്വാനം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നേരത്തെ വിശദീകരിച്ച ഒരു പദ്ധതിയെ സംബന്ധിച്ച് ആലോചിച്ചത്. തുടങ്ങിയപ്പോൾ ഒരു വർഷത്തേക്കുള്ളൊരു പരിപാടിയായിരുന്നെങ്കിൽ പോലും അതൊരു ക്ലച്ച് പിടിച്ചപ്പോൾ മാറ്റങ്ങളില്ല എന്ന് തീരുമാനിച്ചു. ഡോക്ടർ TV മനോജ് തൈ ഏറ്റുവാങ്ങി. PV ലക്ഷ്മണൻ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. ട്രഷറർ P മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ HL ഹരിഹരയ്യർ, PV സന്തോഷ്, P തമ്പാൻ, T കണ്ണൻ, മണിയറചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്.
കേരള ദിനേശ് പേടി 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ നടക്കും. പരിപാടികൾക്ക് ഫെബ്രുവരി 15-ന് തുടക്കമാകും. സംഘാടക സമിതി യോഗം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന് വഴങ്ങിക്കൊടുക്കാൻ നിവർത്തിയില്ല എന്ന നിലയിൽ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്നും നിയമം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരത്തിലൂടെ നടത്തി. ആ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുകയൊന്നും വിജയിച്ചില്ല. പല പേരുകളിലും പുതിയ കമ്പനികളിലൂടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ചടങ്ങിൽ പാവൂർ നാരായണൻ അധ്യക്ഷനായി. TI മധുസൂദനൻ, PV കുഞ്ഞപ്പൻ, KP മധു, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, K പ്രഭാകരൻ, M രാഘവൻ, K രാഘവൻ, N അബ്ദുൾ സലാം, KV ഭാസ്കരൻ, M രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചെയർമാനായി PV കുഞ്ഞപ്പനെയും N അബ്ദുൾ സലാമിനെ കൺവീനറായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജനുവരി മാസം നഷ്ടങ്ങളുടെ ഓർമ്മ പുസ്തകമാണ് മലയാളിക്ക്. സാഹിത്യത്തിലും സിനിമയിലും നിറഞ്ഞു നിന്ന പല പ്രതിഭകളെയും നമുക്ക് നഷ്ടമായത് ജനുവരിയിലാണ്. സഹൃദയ മനസ്സുകളിൽ നീറ്റലുണ്ടാക്കുന്ന മരണങ്ങളുടെ മാസമാണ് ജനുവരി. ഇത്തവണയും ജനുവരി ആ പതിവ് തെറ്റിച്ചില്ല. സാഹിത്യത്തിലും സിനിമയിലും ഒരേപോലെ തന്റെ കയ്യൊപ്പു ചാർത്തിയ P പത്മരാജൻ കടന്നുപോയത് ഒരു ജനുവരി മാസത്തിലാണ്. പത്മരാജന്റെ വാചകവും കൂടി ഇടകലർത്തി പറഞ്ഞാൽ, നനച്ചിരിക്കാതെ പാതിരാവിലെ 7ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ പത്മരാജൻ ഈ ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളുടെ ആകാശത്തേക്ക് യാത്രയായി. സാഹിത്യത്തിൽ പെരുമ നേടിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, തൂവാനത്തുമ്പികൾ, ഇന്നലെ തുടങ്ങി എത്രയോ സിനിമകൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. കേവലം 45ാമത്തെ വയസ്സിലാണ് പത്മരാജൻ കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചുകിടന്നത്. മലയാളിക്കെന്നും നിത്യഹരിതമായ ഓർമ്മകൾ നൽകിയ പ്രേം നസീറും ഓർമ്മയായത് ഒരു ജനുവരി മാസത്തിലായിരുന്നു. ഒരു നല്ല നടൻ കൂടിയായിരുന്നിട്ടും സംവിധായകൻ നസീറിനെ പ്രണയനായകനായി ഒതുക്കി നിർത്തി. ഒരു നായികയുമൊത്ത് 100 സിനിമകൾ ചെയ്യുക എന്നത് ഇനിയൊരിക്കലും ഒരു നായകനും കഴിഞ്ഞെന്നും വരില്ല. ഒരു സിനിമാ നടന്റെ സാമ്പ്രദായിക രൂപമില്ലാതിരുന്ന ഭരത് ഗോപിയും നമ്മെ കടന്നുപോയത് ജനുവരിയിലാണ്. അഭിനയം എന്തെന്ന് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമായിരുന്നു ഭരത് ഗോപി. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. നിരൂപണ സാഹിത്യത്തിനും പ്രഭാഷണ കലയ്ക്കും വേറിട്ടൊരു വഴിവെട്ടി തുറന്ന സുകുമാർ അഴീക്കോട് അന്തരിച്ചതും ജനുവരിയിലായിരുന്നു. മലയാള സാഹിത്യത്തിലെ മഹാമേരു VKN, പുസ്തക പ്രസാധന രംഗത്തെ ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിച്ച DC കിഴക്കേമുറിയും മരണമടഞ്ഞത് ജനുവരി മാസത്തിലായിരുന്നു. മഹാകവി കുമാരനാശാനും തിക്കോടിയനും കലാമണ്ഡലം ഹൈദരലിയും NN കക്കാടും ജനുവരി മാസത്തിന്റെ നഷ്ടങ്ങളാണ്. മലയാളിയല്ലെങ്കിലും വ്യവസ്ഥാപിത മതങ്ങളെയും പൗരോഹിത്യത്തെയും എതിർത്ത ഓഷോ രജനീഷ് യാത്രയായതും ജനുവരിയിലാണ്. മലയാളത്തിൽ ഓഷോയുടെ രചനകൾ ധാരാളം പുറത്തിറങ്ങിയിട്ടുണ്ട്. 2019 ജനുവരിയിലെത്തി നിൽക്കുമ്പോൾ ലെനിൻ രാജേന്ദ്രനും സംഗീത സംവിധായകൻ S ബാലകൃഷ്ണനും നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ജനുവരിയിലെ വേർപാടുകളെല്ലാം മഹാരഥന്മാരുടേതാണ്. മരണമില്ലാത്ത ഓർമ്മകൾ നൽകി അവർ മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU സമ്മേളനം കോറോം മുക്കോത്തടം LP സ്കൂളിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം കോറോം മുക്കോത്തടം LP സ്കൂളിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെ പരിഷ്കരണങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക ജോലികൾ നമുക്ക് മാത്രമേ മാറാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് അതാണ് ലക്ഷ്യമെത്തുന്നത്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. OP ഭാസ്കരൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, M വേലായുധൻ, AV കണ്ണൻ, K രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ തൊഴിലാളി കൂലി 3000 രൂപയാക്കുക, സർക്കാർ മരം ഡിപ്പോ ആരംഭിക്കുക തുടങ്ങിയ പ്രമേയം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി OP ഭാസ്കരനെയും വൈസ് പ്രസിഡന്റുമാരായി TV പ്രഭാകരനെയും T രമേശിനെയും
സെക്രട്ടറിയായി ടി കുഞ്ഞപ്പനെയും ജോയിന്റ് സെക്രട്ടറിമാരായി കെ സുരേന്ദ്രനെയും ടി പ്രദീപനെയും ട്രഷററായി വി രാജേഷിനെയും തെരഞ്ഞെടുത്തു. പരിപാടി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പെരുവാമ്പ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ശ്മശാനം നവീകരിച്ചു. ശ്മശാന സമർപ്പണം പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രം പ്രസിഡന്റ് എം വി കമലാക്ഷൻ നിർവഹിച്ചു. പെരുവാമ്പ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം അംഗങ്ങൾക്കും അവരുടെ ആശ്രിതർക്കുമായി പെരുവാമ്പയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്മശാനം ആധുനിക രീതിയിൽ പുതുക്കിപ്പണിത് സ്വർഗ്ഗ കവാടം എന്ന പേരിൽ നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. ഇത് ശ്മശാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇഷ്ടിക അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് കണക്കും കാര്യങ്ങളിലും വേണ്ടതുണ്ടായിട്ടുണ്ട്. അതിന് തന്നെയാണ് രഞ്ജിത്തിനെ ഈ വേദിയിൽ അനുമോദിക്കുകയാണ്. അതുപോലെ പ്രത്യേക ഒരു ഉപഹാരം രഞ്ജിത്തിന് പ്രാദേശിക സംഘത്തിൻ്റെ പേരിൽ കൊടുക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപഹാരവും ഈ സദസ്സിൽ വെച്ചിട്ട് രഞ്ജിത്തിന് കൊടുക്കണം. ശ്മശാന നവീകരണ കമ്മിറ്റി കൺവീനർ എൻ രഞ്ജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് എൻ രഞ്ജിത്തിനെ പെരുമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രം പ്രസിഡന്റ് എം വി കമലാക്ഷൻ ആദരിച്ചു. പി ശശിധരൻ, എൻ കെ മധു, എൻ സുജാത, സി വി നിജിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് ഭാഷയിലെ അടിസ്ഥാനശേഷി വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനാക്കാർഡ് ശില്പശാല സംഘടിപ്പിച്ചു. 400ഓളം വായനാക്കാർഡുകൾ ശില്പശാലയിൽ തയ്യാറാക്കി. അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്ത രീതിയിൽ സ്കൂളിലെ 103 കുട്ടികളെയും മലയാളവും ഇംഗ്ലീഷും അറബിയും തെറ്റുകൂടാതെ വായിക്കുവാൻ പ്രാപ്തരാക്കുന്നതിനുവേണ്ടി 400 വായനാക്കാർഡുകൾ സ്കൂളിൽ തയ്യാറാക്കി. പാഠപുസ്തകങ്ങൾക്ക് പുറമെ മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലുമുള്ള വായനാക്കാർഡുകൾ കുട്ടികൾക്ക് യഥേഷ്ടം ലഭ്യമാക്കുന്നതിനായി സ്കൂളിലെ 30ഓളം അമ്മമാരും അധ്യാപികമാരും ഈ പണിപ്പുരയിൽ അണിനിരന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ചുവടി പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നല്ലൊരു മാസ്റ്റർ പ്ലാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് നല്ലൊരു വായനാ കാർഡ് നിർമ്മാണ ശില്പശാല എന്നുള്ളത്. കുട്ടികളുടെ ഭാഷയിലെ അടിസ്ഥാന ശേഷികൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ അറബിയിലും കുട്ടികൾ തെറ്റുകൂടാതെ വായിക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കാൻ ഒരു വായനാ കാർഡ് നിർമ്മാണ ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ശില്പശാലയിൽ 30ഓളം അമ്മമാരും ഇവിടുത്തെ അധ്യാപികമാരും പങ്കെടുത്ത് ഏതാണ്ട് 500ഓളം വിവിധ ഭാഷകളിലുള്ള കാർഡുകൾ തയ്യാറായി കഴിഞ്ഞു. മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടം ഏത് കുട്ടിയും കണ്ടാൽ എടുത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായ വർണ്ണാഭമായ കാർഡുകളാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആമയും മൊയലും കഥ, അതുപോലെ കുട്ടി കവിതകൾ, ഇംഗ്ലീഷിൻ്റെ കോൺവെർസേഷൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വായനാ കാർഡുകളുടെ ഒരു ശേഖരം തന്നെ നമ്മളിപ്പോൾ ഈ ശില്പശാല രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വായനയിൽ നല്ല മികവുള്ളവരാക്കി മാറ്റാൻ, കുട്ടികളെ വായനയിൽ മികവുള്ളവരാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്ന് നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ഉപയോഗപ്രദമായ ഈ കാർഡ് നിർമ്മാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുക. പഴയ കളിക്കുടുക്ക, ബാലമാസികകൾ തുടങ്ങിയ വസ്തുക്കളാണ് അധികവും ഇതിനായി ഉപയോഗിച്ചത്. കുട്ടികൾക്ക് കൗതുകത്തോടെ വായിക്കാൻ തോന്നുന്ന രീതിയിൽ പല നിറങ്ങളിലുള്ള മനോഹരമായ കാർഡുകളാണ് ശില്പശാലയിൽ രൂപപ്പെട്ടത്. കഥകൾ, കുട്ടിക്കവിതകൾ, ചിഹ്നങ്ങൾ ഉറപ്പിക്കുവാനുള്ള പദപ്രയോഗങ്ങൾ എന്നിവയെല്ലാം ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് VM ബാബുരാജൻ, മദർ PTA പ്രസിഡന്റ് TV സരോജിനി, ഹെഡ്മാസ്റ്റർ MB രാഘവൻ, അധ്യാപികമാരായ ലൈല, ലത, സ്വർണലത, വിനീത, ആശ, ശ്യാമ, ഫരീദ, ഉഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗതകാലങ്ങളുടെ പുനർവായന പോരാട്ടമാണ് എന്ന പ്രമേയമുയർത്തി MSF പെരിങ്ങോം പഞ്ചായത്ത് സമ്മേളനം പെരിങ്ങോം ആഷ് നഗറിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP നവാസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ മലപ്പുറം ജില്ലാ സെക്രട്ടറി റിയാസ് പുൽപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വിംഗ് കൺവീനർ ഫായിസ് കവായി, ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, PS റഫീഖ്, ഇബ്രാഹിം പൂമംഗലം, TP മുസ്തഫ, ജുനൈസ് കോയിപ്ര, P മുസ്തഫ, TP സൈനുദ്ദീൻ, ഇക്ബാൽ വട്ടിയര, മജീദ് ഞെക്ലി, അബ്ദുൽ വാഹിദ്, P അൻവർ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. മുബഷിർ ഞെക്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഷ്താഖ് SKP സ്വാഗതവും സഫ്വാൻ PS നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥി റാലി പെരിങ്ങോം സ്കൂൾ പരിസരത്ത് നിന്നാരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിച്ചു. മുബഷിർ K, ഇർഷാദ് C, അജ്മൽ K തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
തെയ്യക്കോലങ്ങൾക്ക് പുതിയ തലങ്ങൾ നൽകിയ തമ്പുരാന്റെ മണക്കാടൻ തറവാട്ടിലെ കളിയാട്ടത്തിന് സമാപനമായി. സമാപന ദിവസം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു പെരുങ്കളിയാട്ടത്തിന്റെ പ്രൗഢിയുണ്ടായിരുന്നു മണക്കാടൻ ഗുരുക്കളുടെ തറവാട്ടിലെ കളിയാട്ടത്തിന്. നാട് നിറഞ്ഞ മനസ്സോടെ കളിയാട്ടം ഏറ്റെടുത്ത കാഴ്ചയാണ് ഞായറാഴ്ച കളിയാട്ട സ്ഥലത്ത് കണ്ടത്. ഭക്തരുടെ ബാഹുല്യം രാവിലെ തന്നെ തറവാട്ട് സ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. രാവിലെ 4 മണിക്ക് കുടിവീരൻ തെയ്യം അരങ്ങിലെത്തി. 8 മണിക്ക് അങ്കക്കുളങ്ങര ഭഗവതിയും 10 മണിയോടെ വരീക്കര ഭഗവതിയും അരങ്ങിലെത്തിയതോടെ തറവാട് പരിസരത്ത് നിന്ന് തിരിയാൻ സ്ഥലമില്ലെന്ന അവസ്ഥയിലെത്തി. ജനങ്ങൾ ഉത്തര മലബാറിലെ ജനകീയ കലയുടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ആ കലയോടുള്ള ജനങ്ങളുടെ സമീപനത്തിന്റെ ഉദാഹരണം കൂടിയായിരുന്നു. 3000-ഓളം പേരാണ് അന്നദാനത്തിൽ തന്നെ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് വടക്കൻ വാതിൽ കളിയാട്ട മഹോത്സവം 2019 ഏപ്രിൽ 2, 3 തീയതികളിൽ നടത്തുന്നു. ഇതിനായി KV ഭാസ്കരൻ ചെയർമാനായുള്ള 20 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായതെന്നും ആ വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ. കയ്യൂരിലെ ചൂട്ടേൻപാറയിലെ തടാകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ധാരണയായി. ടൂറിസം വകുപ്പിന്റെ ആർക്കിടെക്ട് പ്രദേശം സന്ദർശിച്ച് വികസന പദ്ധതികൾക്ക് രൂപം നൽകും. തടാകത്തെക്കുറിച്ച് പുറംലോകത്തെ അറിയിച്ചത് നെറ്റ്വർക്ക് വാർത്ത. പുലിപ്പേടിയിൽ മലയോര ജനത, പെരുവാമ്പയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പയ്യന്നൂരിൽ നടന്ന 4ാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ 90ാം വാർഷികാഘോഷ പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴയിൽ സബ് ട്രഷറി കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി. കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വാർത്താനേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.